ഓണം എക്സാമിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന കംപ്ലീറ്റ് ഗ്രാമറും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നു. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെയും മുഴുവനും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 8 മുതൽ 12 മാർക്കിന് വരെയാണ് സാധാരണഗതിയിൽ നമ്മളോട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഇതത്രയും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയങ്ങൾ നോക്കാൻ വേണ്ടി പോകാം. നമ്മൾ ഗ്രാമർ റൂൾസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എഡിറ്റിംഗിൽ വരുന്ന ഗ്രാമർ റൂൾസ് നമുക്ക് നോക്കാം. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ ഐ യു ദേ വി അല്ലെങ്കിൽ പ്ലൂരൽ ആയ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ കൊടുക്കേണ്ട വെർബ് എന്ന് പറയുന്നത് അത് ബേസ് ഫോമിലായിരിക്കണം. എന്താ ബേസ് ഫോം എന്ന് പറയുന്നത്? V1, അതായത് അതിന്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യരുത്. വാക്ക്, റൺ, ജംപ് അല്ലെങ്കിൽ സ്വിം എന്നൊക്കെ പറയുന്നതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. ഇനി അതിന് പകരമായിട്ട് നമുക്ക് ഹി, ഷീ, ഇറ്റ്, ദാറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആയ സബ്ജക്റ്റുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അല്ലേ നമ്മൾ ബേസ് ഫോം മാത്രം ആഡ് ചെയ്താൽ പോരാ, അവിടെ ഒരു എസ് കൂടെ ആഡ് ചെയ്ത് വരും. വാക്സ്, റൺസ്, സ്വിംസ് അല്ലെങ്കിൽ പാസസ് എന്നൊക്കെ അവിടെ ഒരു എസ് കൂടെ ആഡ് ചെയ്ത് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. ഇവിടെ അയ്യോ ദേവി വന്നതുകൊണ്ട് ഐ ലൈക്ക് എന്ന് മതി, ബേസ് ഫോം മതി. ഹി ലൈക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഹി ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്നുള്ളത് വരണം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂരലിന്റെ കൂടെയാണ്. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട് അല്ലെ, യുടെ കൂടെയാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്. ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഇറ്റ് കണ്ടോ, ഇറ്റിന്റെ കൂടെയാണ്. ഇറ്റ് നമ്മൾ സിംഗുലറിന്റെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. പിന്നെ ഡിഡ് യൂസ് ചെയ്യുന്നതോ, ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് എന്നുള്ള നമ്മൾ പറയില്ല, നീ നിന്റെ ഹോംവർക്ക് ചെയ്തായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഇനി വില്ലും വുഡും നമ്മൾ ഫ്യൂച്ചറിനെ കാണിക്കാൻ തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിന്റെ ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് അത് V1 വെർബിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം. വിൽ യു മാരി മീ എന്ന് പറയുന്ന സമയത്ത് മാരി എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് ഉള്ളത് കേട്ടോ. ഇനി ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്. ഒറ്റ ഒന്നുണ്ടാവുമ്പോൾ നമ്മൾ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂരലിന്റെ കൂടെയാണ്. ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി റൂൾ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തെറ്റിക്കുന്ന വേറൊരു സാധനമായിരിക്കും ടെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ടെൻസസിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു പാസേജ് കിട്ടുന്ന സമയത്ത്, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പാസേജ് കിട്ടുന്ന സമയത്ത് അത് സിമ്പിൾ പ്രസന്റിലാണോ സിമ്പിൾ പാസ്റ്റിലാണോ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞ കാലമല്ലേ, അത് സിമ്പിൾ പാസ്റ്റിലാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ വെർബ് ബൈസ് എന്ന് വരിക? അത് വെർബിന്റെ സെക്കൻഡ് ഫോമായ ബോട്ടിലേക്ക് പോകണ്ടേ. ഇതാണ് ഇത് തമ്മിലുള്ള ഫണ്ടമെന്റൽ. അവിടെ എന്തായാലും ഒരു മാർക്ക് എന്തായാലും ആ ടെൻസസ് തെറ്റിച്ചത് കാരണമായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക ആ പാസേജ്, ഇപ്പൊ ഈ വാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതെന്തായാലും പാസ്റ്റ് ടെൻസിലായിരിക്കും പോകുന്നത്. അപ്പൊ വേറെ എവിടെയെങ്കിലും ഒരു ഈസ് കയറി വരുന്നുണ്ടാവും, അങ്ങനെയായിരിക്കും ഇത് തെറ്റിക്കുന്നത്. സോ ഒരു 9 ടെൻസുകൾ എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട 9 ടെൻസുകളുടെ എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വേറെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓൺ, അറ്റ്, ഇൻ, ഫോർ, വിത്ത് എന്നൊക്കെ പറയുന്നതാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് പ്രപ്പോസിഷനും അതിന്റെ ഒരു എക്സാമ്പിളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഒന്നിന്റെ അകത്ത് ഇൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൺ ഒന്നിന്റെ മുകളിൽ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഡേറ്റ് ഓർ ഡേ പറയാൻ വേണ്ടിയിട്ടാണ്. ഓൺ ട്യൂസ്ഡേ, ഓൺ മൺഡേ എന്നൊക്കെ പറയാനാണ് ഓൺ യൂസ് ചെയ്യുന്നത്. അറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു സമയത്തിന്റെയോ അല്ലെങ്കിൽ പ്ലേസിന്റെയോ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അറ്റ് 2 o'clock എന്ന് പറയുമ്പോൾ ടൈമിന്റെ ലൊക്കേഷൻ ആണ്. അറ്റ് ദ പാർക്ക് എന്ന് പറയുന്ന സമയത്ത് പാർക്കിലാണെന്ന് സ്പെസിഫിക്കലി ആണ് പറയുന്നത്. ഫോർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് കാണിക്കുന്നത്. വിത്ത് എന്ന് പറയുന്നത് എന്തിന്റെ കൂടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷീസ് വിത്ത് ഹർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. ടു ഡയറക്ഷനാ, ലേക്ക് അങ്ങോട്ടേക്ക്. ഫ്രം എവിടെ നിന്നും എന്നാണ് കാണിക്കുന്നത്. ബൈ എന്തിനാൽ എന്നാണ് കാണിക്കുന്നത്. ഓഫ് ദ ഇൻഡേ എന്നുള്ളൊരു സൗണ്ടാണ്. ദ പേജസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ, ആ ബുക്കിന്റെ പേജസ് എന്നാണ്. ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്, എങ്ങോട്ടേക്ക് എന്നുള്ളത്. വേറൊന്നാണ് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്, റിലേറ്റീവ് പ്രോനൗണുകൾ. റിലേറ്റീവ് പ്രോനൗണിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ വരുമ്പോൾ, സ്ഥലങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്ത് റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യമാണ് ഈ വൺ ഓഫ് ദ എന്ന് പറയുന്നത്. ഈ വൺ ഓഫ് ദി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വൺ ഓഫ് ദ അല്ലെങ്കിൽ വൺ ഓഫ് ദി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വരേണ്ടത് പ്ലൂരൽ ഫോമിലാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ റയറസ്റ്റ് ഇവന്റ് എന്നല്ല പറയേണ്ടത്.
ബെസ്റ്റ് ഇവന്റ്സ് എന്നാണ് പറയേണ്ടത്. കാന്താര ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്, അതായത് അതിന്റെ പ്ലൂറൽ ഫോമിലായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരു റൂളായിട്ട് പഠിക്കുക. ഇനി വേറൊന്ന് ഞാൻ പറയട്ടെ, ഈ എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്, നോ ബഡി, നോ വൺ, നത്തിങ്, സം വൺ, സംതിങ്, സംബഡി എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതിന്റെ കൂടെ അതൊക്കെ അല്ലേ സിംഗുലർ ആയ സബ്ജക്റ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കട്ടോ. സോ എവ്രി വൺ ഹാവ് ദെയർ ഓൺ ചോയ്സസ് എന്ന് പറഞ്ഞുകൂടെ, എവ്രി വൺ ഹാസ് ദെയർ ഓൺ ചോയ്സസ് എന്നാണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഹാസ് വരാനുള്ള കാരണം എന്താ? ഹാസ് വരാനുള്ള കാരണം എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു ഗ്രാമർ റൂളാണ്, നമ്മൾ അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി എന്ന് നമ്മൾ പറയൂല. കാരണം ഈ ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ING ഫോം യൂസ് ചെയ്യരുത്. ടു വാച്ച്, ടു റൺ, ടു സ്വിം, ടു വാക്ക് എന്നൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം മതി, V1 മാത്രം മതി. എപ്പോ? ടു വന്നതിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ പിടിച്ചിട്ട് നമുക്ക് അടുത്ത ഗ്രാമർ ടോപ്പിക്കിലേക്ക് പോവാം. എഡിറ്റ് ദ ഇറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ദ അമിഗോ ബ്രദേഴ്സ് വാസ് നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ വാസ് എന്നാണോ വരേണ്ടത്? അതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള വേർ എന്നാണ് അവിടെ വരേണ്ടത്. ഇനി നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ് ഈച്ച് അതർ അല്ല, നോട്ട് അഷെയിംഡ് ഓഫ് ഹഗ്ഗിങ് ഈച്ച് അതർ എന്നാണ് അവിടെ വരേണ്ടത് ട്ടോ. ഓക്കെ, ഞാനിവിടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. ടെൻസസിലുള്ള വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. സുധാമൂർത്തി ഡാഷ് ദ കമ്പനി ലാസ്റ്റ് ഇയർ. ബൈ ദെൻ രത്ന ഡാഷ് കംപ്ലീറ്റ് 25 years ഇൻ ദാറ്റ് കമ്പനി. സോ ഇങ്ങനെ നിങ്ങൾ ഒരു സെന്റൻസ് കിട്ടുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതാ. ഒന്ന്, സുധാമൂർത്തി ജോയിൻ ചെയ്തത് ലാസ്റ്റ് ഇയറിലാണെന്ന് പറയുന്നു, പാസ്റ്റില. രണ്ട്, രത്ന 25 കൊല്ലം കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നു, പാസ്റ്റില. ഇങ്ങനെ രണ്ട് കാര്യം പാസ്റ്റിൽ നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത്. ഇനി ആദ്യം നടന്ന കാര്യം പറഞ്ഞു, ഇനി രണ്ടാമത് നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് കൊടുത്താൽ മതി. അതായത് ജസ്റ്റ് വെർബിനെ സെക്കൻഡ് ഫോമിലേക്ക് ഇട്ടാൽ മതി. ഇപ്പൊ ഇവിടെ സുധാമൂർത്തി ജോയിൻ ചെയ്തതാണ് രണ്ടാമത് നടന്ന കാര്യം, അപ്പൊ ഇവിടെ ജോയിൻഡ് എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെയോ രത്ന ഡാഷ് കംപ്ലീറ്റഡ്, പക്ഷെ ഇവിടെ ഒന്നാമത് നടന്ന കാര്യമാണ്, അപ്പൊ ഹാഡ് പ്ലസ് V3 പറയണം. അപ്പൊ ഹാഡ് കംപ്ലീറ്റഡ് എന്നുള്ളതാവും, ഹാഡ് കംപ്ലീറ്റഡ് എന്നുള്ളതാവും. ഓക്കെ, ഇവിടെ ഹാഡ് കംപ്ലീറ്റഡ് എന്നുള്ളതാവും. ഓക്കെ, മൂവിങ് ഓൺ. കൊഹിസീവ് ഡിവൈസ് ആണ് മറ്റൊരു പ്രോബബിൾ ചോദ്യം എന്ന് പറയുന്നത്. കൊഹിസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നതില്ലേ, ഒരു സെന്റൻസിന് വലിയൊരു സെന്റൻസ് നിങ്ങൾ മനസ്സിൽ കാണാം. ആ സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആ രണ്ട് ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ കൊഹിസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു 7 പാർട്ടുകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓരോന്നും ഓരോ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്നാമത് നമ്മളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു കൊഹിസീവ് ഡിവൈസ് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവൻ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, ഒരു പാർട്ട്. ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ, അവൻ അവന്റെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കാറുണ്ട്, അതിന്റെ ബി പാർട്ട്. ഇവിടെ സിൻസ് നമ്മൾ യൂസ് ചെയ്തതില്ലേ കാരണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പൊ അവൻ നല്ല സ്ട്രോങ് ആണ്, കാരണം അവന്റെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കാറുണ്ട്. സോ കാരണം പറയാൻ ഇങ്ങനെ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഔട്ട്കം ഓർ റിസൾട്ട്, ഒന്ന് സംഭവിച്ചതിന് കാരണം മറ്റൊന്നും കൂടെ നടക്കുന്നു എന്നുള്ളത് കാണിക്കാൻ നമുക്ക് സോ, ആസ് എ റിസൾട്ട്, therefore ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ forgot her umbrella and therefore got wet in the rain. അവള് കൊടയെടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് got wet in the rain. അവള് മഴയത്ത് നനഞ്ഞു. ഇനി പർപ്പസ്, എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ നമുക്ക് in order to, so that ഒക്കെ യൂസ് ചെയ്യാം. I worked hard, അതാണ് A പാർട്ട്. എന്തിനു വേണ്ടിയാ? in order to crack the exam. എന്തിനു വേണ്ടിയാണ്? ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ in order to അവിടെ പർപ്പസ് കാണിക്കാനാണ്. കോൺട്രാസ്റ്റ് കാണിക്കലാണ് വേറൊരു പ്രധാനപ്പെട്ട സാധനം. even though, but, however, yet, although, still, despite അല്ലെങ്കിൽ nevertheless ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. despite അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ നെവർദലെസ് പിന്നെ thou എന്ന് നമുക്ക് യൂസ് ചെയ്യാം. although പോലെ തന്നെ thou. ഓക്കെ, ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, however he doesn't enjoy watching it on TV. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ however എന്നിരുന്നാലും, പക്ഷേ എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെയാണ്. he doesn't enjoy watching it on TV. അത് അവന് ടിവിയിൽ കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല.
കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യത്തിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് പറയുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയും. അതിന് നമുക്ക് ഓൺ ദ കോൺട്രി, ഈവൻസും അങ്ങനെ വരാറില്ല, ഇൻ കോൺട്രി നമുക്ക് അവിടെ കൊടുക്കാം. ഇൻ കോൺട്രി, വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ് ബട്ട് ഓൺ ദ കോൺട്രി ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. നമ്മൾ വിചാരിച്ചത് സിനിമ ഭയങ്കര ബോറായിരിക്കുന്നു, പക്ഷേ അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ് എന്ന് നമുക്ക് പറയാം. നമ്മളൊരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യത്തിനോട് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ നമുക്ക് ആഡിങ് കൈൻഡ് ഓഫ് കോഹെസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ ടു, ഓൾസോ, ടു എന്ന്, അല്ലെങ്കിൽ ഫെർദർ മോർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫെർദർ മോർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാം? അതിലുപരിയായിട്ട് എന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ വെദർ വാസ് സണ്ണി, പുറത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. മോർ ഓവർ എന്ന് പറയുമ്പോൾ അതിലുപരിയായിട്ട് ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്, പുറത്തൊരു ഇളം ചൂടാണ് ഉള്ളത് എന്ന് നമുക്ക് അതിന്റെ ചേർത്ത് പറയാനാണ് നമ്മൾ ഈ ഒരു ആഡിങ് കൈൻഡ് ഓഫ് കോഹെസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഇനി കമ്പയറിങ്, നമ്മളൊരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറയുമ്പോഴാണ് നമുക്ക് സിമിലർലി, ലൈക്ക് വൈസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഷീ എൻജോയ്സ് റീഡിങ്, സിമിലർലി ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. അവൾ വായിക്കും, ഇനി അവളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, അവളുടെ ബ്രദറും വായിക്കും, സിമിലർലി അതുപോലെ തന്നെ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഒരൊറ്റ എക്സാമ്പിൾ പിടിക്കാം. ഓക്കെ, സെൻഷ്വൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ ഡാഷ് ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് നമുക്ക് സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകളാണ്. അത് ശരീരത്തിന് ഒരു ആവശ്യമില്ല. ദാറ്റ് ഗിവ്സ് യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? സോ ദാറ്റ് ഗിവ്സ് ദ യൂസർ, നമ്മൾ അവിടെ പക്ഷേ എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ബട്ട് ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. ഇവിടെ ബട്ട് എന്ന് പറയുന്നത് എന്താ? വൈരുദ്ധ്യം കാണിക്കാനാണ്, ഒരു ഡിഫറൻസ് കാണിക്കാനാണ്, കോൺട്രാസ്റ്റ് കാണിക്കാനാണ് നമ്മൾ ഇവിടെ ബട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊന്ന്, ദ ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റീസ്റ്റോറേറ്റീവ് എഫക്ട്, അതായത് ഇതിന്റെ നല്ല കുറച്ച് എഫക്റ്റുകൾ കൂടെ വേണം എന്നുള്ളതാണ്. ഓർ എന്നായിരിക്കും ഇവിടെ വരിക, അല്ലെങ്കിൽ എന്നുള്ള ഒരു അർത്ഥമല്ല വരേണ്ടത്. ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. ഇതിന് റീസ്റ്റോറേറ്റീവ് എഫക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി എന്ന് പറയാം. ഡാഷ് റിയൽ ഡേഞ്ചർ എക്സിസ്റ്റ്, ദ ഡ്രഗ് യൂസർ ഓഫൻ അസ്യൂം ദേ ഡു നോട്ട്. അതായത് ഇതിന് യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മളിവിടെ കോൺട്രാസ്റ്റ് കാണുമ്പോഴാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് സാറേ ബട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല? ബട്ട് നമ്മളൊരു ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ബട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ കൊടുക്കാൻ പറ്റുന്നത്? ഓൾത്തോ ആണ് ഇവിടെ കോൺട്രാസ്റ്റ് കാണിക്കാൻ. ഓൾത്തോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്നിരുന്നാലും ആണ്. അപ്പൊ റിയൽ ഡേഞ്ചറുകൾ ഉണ്ടായിരുന്നെങ്കിലും the drug user often assume they do not. അവർക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള അവർ വെറുതെ വാദിച്ചു കൊണ്ടിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഇഫ് ക്ലോസിനെക്കാളും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇഫ് ക്ലോസിന്റെ 3 റൂളുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഓക്സിലറി വെർബുകൾ വിൽ, ക്യാൻ, മേ, ഷോൾ, ഈ പറഞ്ഞ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. അതുപോലെ തന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം അതിനുശേഷം കൊടുക്കേണ്ടത്. ഇനി ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിലെ കോമക്ക് തൊട്ട് മുന്നേ ഉള്ള ശേഷം അവിടെ നമുക്ക് വെർബിന്റെ സെക്കൻഡ് ഫോം ആണെന്നെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട അതിന്റെ മെയിൻ ക്ലോസിൽ നമ്മൾ കൊടുക്കേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, മൈറ്റ് ഓർ ഷുഡ്, അതിന്റെ കൂടെയും വരേണ്ട വെർബ് അത് അതിന്റെ ഫസ്റ്റ് ഫോം തന്നെ ആയിരിക്കണം. ഇനി ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇഫിന്റെ കൂടെയുള്ള സെന്റൻസിലെ ഹാഡ് പ്ലസ് V3 ഒക്കെ കിട്ടുകയാണെങ്കിൽ വുഡ്, കുഡ്, മൈറ്റ്, അതിന്റെ കൂടെ വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നാണ് കേട്ടോ വരേണ്ടത്. വുഡ്, കുഡ്, മൈറ്റ് അല്ല. വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ്, അതിന്റെ കൂടെ നമ്മൾ വെർബിന്റെ തേർഡ് ഫോം ആണ് V3 ആണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വുഡ് ഹാവ് എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ തേർഡ് ഫോമിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ആ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താവും? ഹാഡ് സ്റ്റോപ്ഡ് എന്നുള്ളതാവും. ഇവിടെ വേറെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ സിറ്റുവേഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഇത് ടൈപ്പ് 1. അവിടെ നമ്മൾ ജസ്റ്റ് വില്ലോ ക്യാനോ ഒക്കെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വിൽ ലൂസ് എന്ന് പറഞ്ഞാലും ഉത്തരം ശരിയാണ്. ഓക്കെ, വേറൊന്നാണ് നമുക്ക് സജഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അഡ്വൈസുകൾ കൊടുക്കാൻ. അതിലുള്ള പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഹാഡ് ബെറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ,
ഹാഡ് ബെറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഹാഡ് ബെറ്റർ എന്ന് വെച്ചാൽ നിനക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. നിനക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് ഹാഡ് ബെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹാഡ് ബെറ്റർ കഴിഞ്ഞതും നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ? ഒരു വെർബിനെ കൊടുക്കണം. ആ വെർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1-ലായിരിക്കണം. ഇനി ഒരിക്കലും ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം ടു യൂസ് ചെയ്യരുത്. യു ഹാഡ് ബെറ്റർ ഗോ ഹോം എന്ന് പറയും, നിനക്ക് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ ടു സ്കൂൾ എന്ന് നമുക്ക് പറയാം. പക്ഷെ യു ഹാഡ് ബെറ്റർ ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് തെറ്റി. അപ്പൊ ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം വെർബ് കൊടുക്കണം, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കൊടുക്കേണ്ടത്. പിന്നെ അതിൽ ടു യൂസ് ചെയ്യരുത്. യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്സ്, അവിടെ ടു യൂസ് ചെയ്തില്ലല്ലോ. യു ഹാഡ് ബെറ്റർ റൺ എ മാരത്തോൺ, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നേരെ ഹാഡ് ബെറ്റർ കഴിഞ്ഞ ശേഷം നമ്മൾ ആ വെർബിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രേസൽ വെർബ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയില്ല. അവസാനമായിട്ട് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളൊരു കാര്യം എവിടുന്നോ കേട്ടു, ആ കേട്ട കാര്യം നമ്മൾ വേറെ ഒരാളോട് മാറ്റി പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. സോ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. സോ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് 2 കാര്യങ്ങൾക്ക് മാറ്റം വരും. ഒന്ന് വേർഡ്സ് ആണ്, വാക്കുകൾക്ക് മാറ്റം വരും. 2 സെന്റൻസിന്റെ സ്ട്രക്ചറിനും മാറ്റം വരും. സോ ഈ മാറ്റം വരുന്ന വാക്കുകളുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ നോട്ട് നിങ്ങൾ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, വെർബിന്റെ ഫസ്റ്റ് ഫോമിലുള്ളതൊക്കെ വെർബിന്റെ സെക്കൻഡ് ഫോമിലേക്ക് മാറും. അതുപോലെ തന്നെ വെർബിന്റെ സെക്കൻഡ് ഫോമിലുള്ളതെല്ലാം ഹാഡ് പ്ലസ് V3-ലേക്ക് മാറും. ഇതെല്ലായിടത്തും ഇതുപോലെ അല്ല വരുന്നത്, ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നതിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു WH ക്വസ്റ്റ്യനോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസോ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. WH ക്വസ്റ്റ്യൻസ് എന്താ? W വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർ, വൈ, വെൻ, വേർ, അല്ലെങ്കിൽ ഹൗ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ്. ഇനി അതല്ല ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആദ്യം WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡോക്ടർ ജോൺസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നിവിടെ ചോദിക്കുന്നു. ഇത് നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ എന്നുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മാത്രം നോക്കാം. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണല്ലോ, വാട്ട് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആദ്യം സ്പീക്കർ, പിന്നെ റിപ്പോർട്ടിംഗ് വേർബ്, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ബാക്കിയുള്ള സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുക. സിമ്പിളാ. ഇവിടുത്തെ സ്പീക്കർ ആരാ? ഡോക്ടർ ജോൺസ് അല്ലെങ്കിൽ ജോൺസ് ആണ്. സോ ജോൺസ് എന്നുള്ള സ്പീക്കറെ താഴത്തേക്ക് എടുത്തെഴുതി. റിപ്പോർട്ടിംഗ് വേർബ് അതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും ഓൾവേസ് അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. സോ ജോൺസ് ആസ്ക്ഡ്. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഈ കൊടുത്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ വേർഡ്. സോ ജോൺസ് ആസ്ക്ഡ് വാട്ട്. ബാക്കി ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നതാണ് നമുക്ക് ആ ഒരു ബാക്കി വരുന്ന സെന്റൻസിനാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, ഇത് അങ്ങോട്ട് എപ്പോഴും പാലിക്കണം. അതായത് അതിലുള്ള സബ്ജക്റ്റിനെയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സോ വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന സമയത്തിലെ ഇവിടെ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കൊടുക്കാം? ജോൺസ് ആസ്ക്ഡ് വാട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ആർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വേർ എന്നുള്ളതായിട്ട് മാറും. നമ്മുടെ ലിസ്റ്റ് പ്രകാരമാണ് കേട്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഈ ആർ എന്ന് പറയുന്നത് എന്താവും? വേർ എന്നുള്ളതായിട്ട് മാറും. അപ്പൊ ഫൈനലി ജോൺസ് ആസ്ക്ഡ് വാട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് വേർ എന്നുള്ളതായിട്ട് മാറും. സബ്ജക്റ്റിന് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ മാറ്റി എഴുതാന്നുള്ളത്. ഇവിടെയും ആദ്യം സ്പീക്കറിന് കൊടുക്കുക റിപ്പോർട്ടിംഗ് വേർബ്, ഇവിടെയും ആസ്ക്ഡ് എന്നുള്ളത് തന്നെയായിരിക്കും റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഇഫ് കൊടുക്കാം അല്ലെങ്കിൽ വെദർ കൊടുക്കാം, 2 കൊടുത്താലും ശരി തന്നെയാണ്. ബാക്കി ഭാഗത്തിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിന് ആദ്യം കൊടുക്കുക. ഇവിടെ മായ ചോദിക്കുന്ന ഒരു ചോദ്യം, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ആദ്യം സ്പീക്കറെ താഴത്തേക്ക് എഴുതുക. മായാണ് നമ്മുടെ സ്പീക്കർ. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ആസ്ക്ഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. ലിങ്കിങ് വേർഡായിട്ട് ഇഫോ വെദറോ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ബാക്കി ഭാഗത്തിനെ കൺവേർട്ട് ചെയ്യാനാണ്. സോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം. യു ആണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട്. സോ മായ ആസ്ക്ഡ് ഇഫ് ഹി, ആർ എന്തായിട്ട് മാറും? നമ്മുടെ ലിസ്റ്റ് പ്രകാരം വാസ് ആയിട്ട് മാറും. രാം എന്ന് പറയുന്ന ആണായതുകൊണ്ടാട്ടോ നമ്മൾ ഇവിടെ ഹി യൂസ് ചെയ്തത്. he was sure about
ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതായിട്ട് മാറും. കമ്മിങ് ടുമോറോ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മുടെ ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നതിലെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, അജിത്ത് പറയാം ഐ വിൽ ഡു വാട്ട് ഐ ലൈക്ക്. അതൊരു ക്വസ്റ്റ്യൻ ആണോ? അല്ല, അതൊരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അത് ഞാൻ ജസ്റ്റ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്പീക്കറിനെ കൊടുക്കുക. റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതൊരു ചോദ്യത്തിനുള്ള റിപ്ലൈ ആണെങ്കിൽ റിപ്ലൈഡ് എന്ന് പറയാം. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ലിങ്കിങ് വേർഡ് ആയിട്ട് നമുക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ മതി. ബാക്കി വരുന്ന സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിന് ആദ്യം കൊടുക്കുക. ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? അജിത്ത് ഐ വിൽ ഡു വാട്ട് ഐ ലൈക്ക് എന്ന് പറയുന്ന സമയത്ത് അജിത്ത് സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ഹി വുഡ് ഡു വാട്ട് ഹി ലൈക്ക് എന്നുള്ളതായിട്ട് മാറും. അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? അവസാനമായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പിടിക്കാം. ഓക്കെ, ചോദ്യം ഇങ്ങനെ, ചേഞ്ച് ദ ഗിവൻ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. മാർത്ത ചോദിക്കുക വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട്. അപ്പൊ ബോൾഡ്വിൻ പറയാണ് വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ് എന്നാ പറയുന്നത്. ഇവിടെ വില്ല് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാർത്തയാണ് നമ്മുടെ സ്പീക്കർ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മാർത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ്. ഇനി ഇവിടെ നമ്മൾ ലിങ്കിങ് വേർഡ് ആയിട്ട് ഇഫോ വെദറോ യൂസ് ചെയ്യാം. നമുക്കിവിടെ റോബർട്ടിനോടാണ് ചോദിക്കുന്നുള്ളൂ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. സോ മാർത്ത ആസ്ക്ഡ് റോബർട്ട് ഇഫ്. ഇനി നമ്മൾ ഈ സെന്റൻസിന്റെ ഇത്രയും ഭാഗമാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം. ദ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ മാർത്ത ആസ്ക്ഡ് റോബർട്ട് ഇഫ് ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ എന്താവും? വുഡ് ആവും. വുഡ് ലൂസ് മച്ച്. സിമ്പിൾ അല്ലേ? ലൂസ് മച്ച്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിന്റെ ആൻസർ എങ്ങനെ കൊടുക്കാം നമുക്ക്? ബോൾഡ്വിൻ അതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ബോൾഡ്വിൻ ഇത് റിപ്ലൈ ആയതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്തായിരിക്കും? റിപ്ലൈഡ് എന്നുള്ളതായിരിക്കും. സോ ബോൾഡ്വിൻ റിപ്ലൈഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ദ ഡെപ്പോസിറ്റേഴ്സ് വുഡ് നോട്ട്, വിൽ എന്താവും? വുഡ് ആവും. വുഡ് നോട്ട് ലൂസ് എ സെന്റ് എന്നുള്ളതായിട്ട് മാറും. സോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിക്കാനുള്ളത്. അൾട്ടിമേറ്റ്ലി ഈ 4 ഗ്രാമർ ടോപ്പിക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ടത്. ഇനി ഒക്കേഷണലി ചോദിക്കുന്ന 1-2 ഗ്രാമർ ടോപ്പിക്കുകളുണ്ട്. അതത്രയും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിലൊന്ന് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആണ്. 2 നമ്മളോട് സജഷനിൽ തന്നെ ഇഫ് ക്ലോസിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്സിലറി വെർബുകളിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഫ്രേസൽ വെർബിൽ നിന്ന് ചോദിക്കാറുണ്ട്. 1, 2, 3 ഉള്ളൂ. അത് നമുക്ക് ഒക്കേഷണലി ചോദിക്കുന്നതാണ്. നമുക്കത് ലൈവിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള 4 ഗ്രാമർ ടോപ്പിക്കുകൾ നമുക്ക് പച്ചവെള്ളം പോലെ പഠിച്ചേ മതിയാവും. ഇനി നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ ഗ്രാമർ പ്ലസ് ഡിസ്കോസ് ലൈവിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലൈവും നിങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് കാണുക. മക്കളെ, ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കമ്മ്യൂണിറ്റിയിൽ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓണം എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.